ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജനി നരേന്ദ്രൻ. രജനീസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള നൊള്ളിന റെക്രവേറ്റ എന്ന ചെടിയെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഇതാണ് നൊള്ളിന റെക്രവേറ്റ. ബ്യൂക്കാർണിയ റെക്രവേറ്റ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഈ ചെടിയുടെ തലയുടെ പ്രത്യേകത കൊണ്ട് ഈ ചെടിക്ക് പോണിറ്റെയിൽ പാം എന്നും പറയാറുണ്ട്. അതേ സമയത്ത് തന്നെ അതിൻ്റെ അടിഭാഗത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അതിന് എലിഫന്റ് ഫൂട്ട് പാം എന്ന പേരും കൂടെയുണ്ട്. ഇതിൻ്റെ ജന്മനാട് സൗത്ത് ഈസ്റ്റേൺ മെക്സിക്കോ ആണ്. ഇത് ഒരു ആസ്പരാഗാസിയ എന്ന ഫാമിലിയിൽപ്പെട്ട ചെടിയാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 20 അടി വരെ ഉയരം വയ്ക്കുന്ന ചെടിയാണ്. ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 30 വർഷത്തോളാണ്. ഈ ചെടികളുടെ ഇലകളുടെ പ്രത്യേകതയും അതുപോലെ തന്നെ ഈ ചെടിയുടെ അടിഭാഗത്തിൻ്റെ പ്രത്യേകതയുമാണ് ഈ ചെടിയെ ആകർഷകമാക്കുന്നത്. ചെടികൾ ഓരോന്നും ചെറിയ ചെറിയ വ്യത്യാസം കൊണ്ട് എല്ലാം തമ്മിൽ വ്യത്യസ്തം തന്നെയാണ്. ചിലതിന് ഇല വീതി ഉള്ളതാണ്, അതേസമയം ചിലതിൻ്റെ ഇല വീതി കുറഞ്ഞതാണ്. ചില ചെടികൾ ഇരട്ടത്തല ഉള്ളതാണ്, അതേ സമയത്ത് ബാക്കിയുള്ളതൊക്കെ ഒറ്റ തടി മാത്രമേ ഉള്ളൂ. ഇതും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ അടിഭാഗത്തിനും പ്രത്യേകതയുണ്ട്, ഇങ്ങനെ ഞൊറിയായിട്ട് ഇരിക്കുന്നത്. ഈ ചെടികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം കുറച്ച് റെഡ് കളറാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതെന്ന് പറഞ്ഞാൽ വളരെ നേരിയതാണ്, പക്ഷേ ഇരട്ടത്തലയാണ്. നേരത്തെ കണ്ടതിൻ്റെ ചെറിയ ചെടിയാണ്. ഈ ചെടിയുടെ ഇലകൾ വളരെ വിട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഇവിടെ കുറച്ചും കൂടെ ഹൈറ്റുള്ള ചെടി, ഏറ്റവും ഹൈറ്റുള്ള ചെടി. ഇതിൻ്റെ ഇലകൾക്ക് പ്രത്യേകതയുണ്ട്. അതേ സ്ഥാനത്ത് ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് നല്ല വീതി ഉണ്ട്, പക്ഷേ അടുത്തടുത്താണ് അതിൻ്റെ ഇലകൾ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ചെടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലഭാഗം എന്ന് പറഞ്ഞാൽ ഇരട്ട ഭാഗമാണ്, 2 തലകളുള്ളതാണ്. ഇതിൻ്റെ അടിഭാഗം സാമാന്യം നല്ല വലിപ്പത്തിലുള്ള കിഴങ്ങാണ്. ഇതിൻ്റെ അടിഭാഗം താരതമ്യേന നല്ല വലിപ്പമുള്ള അടിഭാഗം തന്നെയാണ്. ഞങ്ങളിതിനെ നൊള്ളിന എന്നാണ് കേട്ടോ പറയുന്നത്. ഈ ചെടിയുടെ അടിഭാഗം താരതമ്യേന കുറച്ച് നല്ല വലിപ്പമുള്ള അടിഭാഗമാണ്. ഇത് ശരിക്കും എലിഫന്റ് ഫോട്ടിൻ്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഞൊറിയോട് കൂടി. ഈ ഇലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറ്റം ഭയങ്കര ഷാർപ്പാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഇതൊക്കെ വൃത്തിയാക്കുമ്പോൾ എങ്ങനെയായാലും കൈ മുറിയാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് ഷാർപ്പാണ്. നമ്മളെ കൈതേൻ്റെയൊക്കെ പോലെ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കൈ മുറിയുന്നുള്ളത് ഉറപ്പാണ്. എല്ലാ ചെടികളുടെയും പോലെ തന്നെ ഇതിന് കുറച്ച് നീർവാർച്ചയുള്ള സ്ഥലം തന്നെയാണ് നല്ലത്. പിന്നെ അതിന് വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിൻകാട്ടും പിന്നെ ജൈവവളങ്ങളും തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്ത് വളം ഇട്ടാലും ഇതിനൊരു ലിമിറ്റ് ഉണ്ട് വളരണതിന്. പക്ഷെ നല്ല പച്ചപ്പും ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ വളവും ചേർത്ത് കൊടുക്കണം. ഞങ്ങളെ കയ്യിലിപ്പം വലിയ ചെടികൾ തന്നെ 10 തൈകളോളം ഉണ്ട്. ഇത്രയും ചെടികൾ ഞങ്ങളെ കയ്യിലുള്ള ഈ ചെടികൾ ഇപ്പം കുറേ ആയിട്ട് നഴ്സറിക്കാരൊന്നും ഞങ്ങളുടെ അടുത്ത് വരാത്തത് കൊണ്ടാണ് ഈ ചെടികൾ ഇതുപോലെ ഭംഗിയിൽ നിൽക്കുന്നത്. ഇത് 30 വർഷം കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്യുന്ന പറയുന്നത്. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പനയുടെയൊക്കെ പോലെ തന്നെ അതോടുകൂടി അതിൻ്റെ ലൈഫ് തീരും. പൂവിട്ട് കഴിഞ്ഞാൽ അതിൽ നിറയെ അതിൽ നിന്നുള്ള വിത്തുകൾ വെച്ചിട്ടാണ് അത് തൈകൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് പക്ഷേ ഇതുവരെ പൂവിട്ടിട്ടില്ല കേട്ടോ, കാരണം പൂവിടാൻ 30 വർഷമൊന്നും ഞങ്ങളുടെ കയ്യിൽ നിന്നിട്ടില്ല. ഈ ചെടികൾ വലുതായി വരുമ്പോഴേക്കും ഏതെങ്കിലും നഴ്സറിക്കാർ വന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. നല്ല വിലയും കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്. എൻ്റെ അറ്റം എൻ്റെ മോള് ചെറിയ കുട്ടിയാകുമ്പം ഈ ചെടി കാണിച്ചിട്ട് ഇതുപോലെ മുടി കെട്ടി തരണം എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റൈലായതുകൊണ്ടാണ് ഇതിനെ പോണിറ്റെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അടിഭാഗത്തിൽ ഈ എലിഫൻറ്റിൻ്റെ ലെഗ് പോലെ തോന്നുന്നതുകൊണ്ടാണ് എലിഫന്റ് ഫൂട്ട് പാം എന്നൊരു പേരും ഇതിന് വരാൻ കാരണം. ഇത് ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് ചെറിയ ഒരു കവറിലുള്ള ചെടിയായിരുന്നു. ഇതിപ്പം 2 വർഷമായിട്ടുള്ള വളർച്ചയാണിത്. ഇത് കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. അടിയിൽ ഈ ചെറിയ ഇതാവുമ്പോൾ അതിൻ്റെ അടിയിൽ കണ്ടാൽ ഒരു സവാളേൻ്റെ ഷേപ്പാണുള്ളത്. മേലെ ഇതുപോലെ പോണിറ്റെയിൽ പോലെ, ചെറിയ കുട്ടികൾ പോണിറ്റെയിലിൽ മുടി കെട്ടി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. ഈ ചെടികൾ പിടിച്ച് കിട്ടാനും നല്ല പ്രയാസമാണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ കുറേ ബ്രാഞ്ചസ് വരും. പക്ഷേ ഞങ്ങൾ അതിന് ഇതുവരെ മുതിർന്നിട്ടില്ല. ഞങ്ങൾ ചെടികൾ ചെറിയ തൈകൾ വാങ്ങിച്ച് തന്നെയാണ് ഇത് വളർത്താറുള്ളത്. ഇതുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചെടി ഇതാണ്. ഇതിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ കുറേ വിട്ടാണ് ഇലകളുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതൊക്കെ പൊക്കി വെച്ചാൽ ഈ അടിഭാഗം നല്ല വലിപ്പത്തിലുണ്ടാകും. ഇത് ഞങ്ങൾ കുറച്ച് താഴ്ത്തി വെച്ചതുകൊണ്ട്, കാരണം ഇത്
പൊക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മറിഞ്ഞ് വീണ് പോകും. അപ്പോൾ വളർത്താനുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് താഴ്ത്തി വെച്ചതാണ്. ഇതിൻ്റെ ഇലകളും തമ്മിൽ മനസ്സിലാവുമല്ലോ, ഇത് വളരെ തിക്കായിട്ട് അടുത്തടുത്താണ് ഇതിൻ്റെ ഇലകൾ ഇരിക്കുന്നത്. അതേ സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ച് വിട്ടാണ്. ഇതിൻ്റെ ഇലകൾക്ക് വീതി കുറവുമാണ്. പക്ഷേ ഇത് നല്ല വീതിയുള്ള ഇലകളാണുള്ളത്. പക്ഷേ നല്ല ബുഷായിട്ട് തൊട്ടടുത്തടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഇലകളുള്ളത്. ഇതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അടിഭാഗമാണ്. ഇത് കുറേ വലുതായിട്ടും ഞങ്ങളെ കയ്യിൽ നിന്ന് ഈ ചെടി ചീത്തയായിട്ട് പോയിട്ടുണ്ട്, ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് സംരക്ഷണമൊന്നും ഇല്ലെങ്കിലും ഇത് പിടിച്ചു കിട്ടാനും ഇത് വളരാനും വളരെ സാവധാനത്തിലാണ് ഇതിൻ്റെ വളർച്ചയും. ഇപ്പോൾ 5 വർഷമായിട്ട് ഞങ്ങൾ വെക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചട്ടിയിലുള്ള ചെടികളുടെ ഈ ഒരു വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അത് താഴെ വെക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇത്രയും വലിപ്പം 5 കൊല്ലം കൊണ്ടുള്ള വളർച്ചയാണ് ഇപ്പോൾ ഇത്. ഇതിനി എത്ര വളം ചെയ്താലും ഇതിന് വളരുന്നതിൻ്റെ ഒരു സമയമുണ്ട്. അത്രയും സമയം എടുക്കും ഇത് വളർന്നു വരാൻ. ഈ ചെടികൾ ഞങ്ങൾ മണ്ണിൽ ഡയറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ട് 5 വർഷത്തിലേറെയായി. ഈ ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വളർച്ച വളരെ സാവധാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടികൾക്ക് നല്ല വിലയുമാണ്. ഇത് ശരിക്കും ഷോയ്ക്ക് വേണ്ടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊക്കിയാണ് വെക്കുക. കാരണം ഈ അടിഭാഗം നല്ലോണം പുറത്തേക്ക് നിന്നിട്ട്, പക്ഷെ ഇത് ഞങ്ങൾ വളർത്താൻ വേണ്ടി ആയതുകൊണ്ട് കുറച്ച് അടിയിലേക്ക് താഴ്ത്തി വെച്ചതാണ്. ഇതിൻ്റെ അടിഭാഗം കുറേയും കൂടെ വലിപ്പമുള്ള അടിഭാഗമാണ്. ഇതാണ് ഈ എലിഫൻറ്റ് ഫൂട്ട് എന്ന് പറയുന്നത്. ഏകദേശം ആനയുടെ കാലിൻ്റെ പോലെ കുറച്ച് ഞൊറികളും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ അടിഭാഗം ഇരിക്കുന്നത്. ഇത് സാധാരണയായി നഴ്സറിക്കാർ റിസോർട്ടുകളിലും മറ്റും ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ ചെടികൾ കൊണ്ടുപോകുന്നത്. 25 വർഷത്തിലേറെയായി ഞങ്ങൾ ഈ ചെടികൾ വളർത്താൻ തുടങ്ങിയിട്ട്. നേരത്തെ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന ചെടികളെല്ലാം നഴ്സറിക്കാർ വന്ന് കൊണ്ടുപോവുക ചെയ്തത്. കുറച്ച് വലിപ്പം വെക്കുമ്പോഴേക്കും അവർ വന്ന് കൊണ്ടുപോകും. ഇതിനു മുമ്പ് ഞാൻ കറിവേപ്പില എങ്ങനെ ചട്ടിയിൽ വളർത്താമെന്നുള്ളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കാണുക. പിന്നെ സ്പ്രിംഗ് ഓണിയൻ എങ്ങനെ മണ്ണില്ലാതെ വളർത്താമെന്നുള്ളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിതൊരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നവരെയും നന്ദി, നമസ്കാരം.